നമസ്കാരം. ലളിതാ സഹസ്രനാമം ചർച്ച തുടരുകയാണ്. ഇനി മഹാകാമേശ മഹർഷി ആണ് നമുക്ക് ചർച്ച ചെയ്യാനുള്ള മഹാകാമേശൻ്റെ മഹർഷി. ലളിതോപാഖ്യാനത്തിൽ ദേവിയെ സിംഹാസനത്തിൽ ഇരുത്തി അഭിഷേകം ചെയ്യണമെങ്കിൽ, മഹാരാജ്ഞിയാവണമെങ്കിൽ ഒരു വിവാഹം കഴിയണം. കന്യകയായാൽ അങ്ങനെ സിംഹാസനത്തിൽ രാജ്ഞിയായിട്ട് അഭിഷേകം ചെയ്യാൻ സാധിക്കില്ല. എന്നൊരു രാജാവ് വേണം എന്ന് കണ്ടിട്ട് മഹാകാമേശനെ, ശിവനെ വിളിച്ചു വരുത്തുകയാണ് ചെയ്തത്. നമ്മൾ ആ കഥയെ കണ്ടതാണ്, ഞാൻ ആവർത്തിക്കില്ല കഥ. അപ്പോൾ അവിടെ പുരുഷനുണ്ടെങ്കിലാണ് അവിടെ സ്ത്രീ. പുരുഷനുണ്ടെങ്കിലേ സ്ത്രീക്ക് പൂർണ്ണത ഉണ്ടാവുള്ളൂ, സ്ത്രീ ഉണ്ടെങ്കിലേ പുരുഷനും പൂർണ്ണത ഉണ്ടാവുള്ളൂ. ശിവശക്തിയായ യുക്തായതി ഭവതി. ശിവനും ശക്തിയും ചേരുമ്പോഴാണ് പൂർണ്ണത ഉണ്ടാവുന്നത്. ശിവൻ മാത്രമായാലും ശക്തി മാത്രമായാലും പൂർണ്ണതയില്ല. പിന്നെ മഹാകാമേശൻ്റെ മഹർഷി എന്നാ പറയാം. ഇവിടെ നമ്മളെയൊക്കെ ഭരിക്കുന്നത് ആഗ്രഹങ്ങളാണ്. ഓരോരോ മോഹങ്ങളാണ് നമ്മളെയൊക്കെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ മോഹങ്ങളുടെ ഭരണത്തിൽ നമ്മൾ മറ്റുള്ളതിന് സമയം കിട്ടില്ല. സമയമല്ല തിരുമേനി. ഇപ്പം അമ്പലത്തിൽ എന്താ വരാൻ സമയമല്ല തിരുമേനി. എന്താ നാമം എന്താ രാവിലെ വൈകിട്ട് നാമജപമൊക്കെ ഉണ്ടോ? സമയമല്ല തിരുമേനി. ഇങ്ങനെയൊന്നും സമയമില്ല നമുക്ക്. കാരണം നമ്മൾ മോഹങ്ങളുടെ പുറകെയാണ് പലായനം ചെയ്യണത്. രാവിലെ എഴുന്നേൽക്കുക, കുളിക്കുക, ജോലിക്ക് പോവുക, ജോലി ചെയ്തിട്ട് അതിൽ കിട്ടുന്ന ശമ്പളത്തിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ കുടുംബത്തിന് വേണ്ടി ചെയ്യുക, അങ്ങനെ സമ്പാദിക്കുക, അല്ലെങ്കിൽ അതിനുള്ള കാര്യങ്ങൾ ചെയ്യുക, ധനസമ്പാദനത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുക. അല്ലെങ്കിൽ അടുത്ത മോഹം, വേറെ ഏതെങ്കിലും മോഹം ഉണ്ടെങ്കിൽ അതിൻ്റെ പുറകെ പോവുക എന്നല്ലാതെ ഈ ഈശ്വര കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ ദൈവിക കാര്യങ്ങൾക്ക് നമുക്ക് സമയം തീരെ കിട്ടുന്നില്ല. ഒരു ആത്മപരിശോധനയ്ക്ക് പോലും സമയം കിട്ടില്ല. ഇപ്പോൾ ഈ കുടുംബത്തൊക്കെ ചെന്ന് കഴിഞ്ഞാൽ കുടുംബാംഗങ്ങൾ തമ്മിൽ സംസാരിക്കാൻ പോലും സമയമില്ലെന്ന് പറയും. അദ്ദേഹത്തിനിപ്പോൾ ഞങ്ങളോടൊന്നും സംസാരിക്കാൻ സമയമില്ല തിരുമേനി, അവൾക്കിപ്പോൾ എന്നോടൊന്നും സംസാരിക്കാൻ സമയമില്ല തിരുമേനി എന്ന് അദ്ദേഹവും പറയും. കാരണം ഇവരൊക്കെ വേറെ സ്വന്തം ലോകങ്ങളിൽ സ്വന്തം മോഹവലയങ്ങളിൽ പെട്ടിരിക്കുകയാണ്. ഇവർക്ക് ആർക്കും പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പോലും, കുടുംബത്തിനകത്ത് പോലും കമ്മ്യൂണിക്കേഷൻ നടക്കണില്ല എന്നർത്ഥം. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്തൊന്നും ഈ പ്രകാശം അനുഭവപ്പെടില്ല. പരാതികളും പരിദേവനങ്ങളും വഴക്കും അങ്ങനെയുള്ള പ്രശ്നങ്ങൾ മാത്രമേ അവിടെ ഉണ്ടാവുള്ളൂ. നന്നാവണമെങ്കിൽ എന്ത് ചെയ്യണം? മോഹം വേണം, ധനം വേണം, ഇതൊന്നും വേണ്ടാന്ന് പറയണില്ല. പക്ഷെ അതിനപ്പുറത്തേക്ക് ഒരു ആത്മപരിശോധന, അവനവൻ്റെ ഉള്ളിലേക്കുള്ള നോക്കാനുള്ള ശ്രമം കൂടി അതിനൊപ്പം തന്നെ വേണം. കർമ്മത്തിനൊപ്പം തന്നെ അവനവൻ്റെ ആത്മീയതയിലേക്കും ശ്രദ്ധിക്കണം. ആത്മീയതയിലേക്ക് ശ്രദ്ധിക്കണം. ലോട്ടറി അടിക്കാനോ അല്ലെങ്കിൽ ദൈവാധീനം ഉണ്ടായാൽ നിങ്ങൾക്ക് കുറേ സംഭവം ഉണ്ടാവും. ഇത്രയും കാലം അമ്പലത്തിൽ പോയിട്ട് എന്താ കിട്ടിയത്? അതൊന്നുമല്ല. നിങ്ങൾക്ക് എന്തെങ്കിലും കുറേ ലോട്ടറി അടിക്കുന്നതല്ല, നിങ്ങൾക്കൊരു സന്തോഷം, ഒരു സമാധാനവും ആത്മശാന്തിയും കിട്ടും. അത് മാത്രമാണ് അതിൻ്റെ ഗ്യാരണ്ടി. അതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ രാപ്പകൽ ഓടുന്നത് മുഴുവൻ. അത് നിങ്ങൾ തിരിച്ചറിയില്ലതേ ഉള്ളൂ. ഈ ധനം സമ്പാദിച്ച ധനം കൊണ്ട് എന്താ നേടുക? അങ്ങനെ ചിന്തിച്ച് നോക്കൂ. നിങ്ങൾക്ക് ആത്മശാന്തിയും സമാധാനമാണ് ആവശ്യം. അതില്ലാത്തതുകൊണ്ടാണ് നിങ്ങൾ വീണ്ടും പരിഭ്രമിച്ച് ഓടുന്നത്. കടം വരുമ്പോൾ കടം നിങ്ങളുടെ ആത്മശാന്തി കളയണോ? അപ്പോൾ അതിന് വേണ്ടി ആ കടം വീട്ടാനുള്ള ഓട്ടമാണ്. പിന്നെ ഇങ്ങനെ അതിൻ്റെ പുറകെ, ധനത്തിൻ്റെ പുറകെ മാത്രം ഓടിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ശാന്തി കൂടുതൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ചെയ്യണത്. കുറച്ച് സമയം, ജീവിതത്തിൽ കുറച്ച് സമയം ആത്മപരിശോധനയ്ക്ക് വേണ്ടി മാറ്റിവെക്കുക. കാമേശനാവുക. കാമങ്ങൾ വേണ്ടാന്ന് പറയില്ല, കാമങ്ങൾ നമ്മളെ കൺട്രോളിലാക്കുക. മറ്റേ നമ്മൾ കൺട്രോളല്ല, നമ്മളതിൻ്റെ പുറകെ ഓടുക. അത് നമ്മളെ വലിച്ചുകൊണ്ട് വിടുക. നമുക്ക് കൺട്രോളില്ല. നമ്മുടെ ആഗ്രഹങ്ങൾ നമ്മളെ വലിച്ചുകൊണ്ട് ഓടിക്കൊണ്ടേ ഇരിക്കുകയാണ്. നമ്മളതിൻ്റെ പുറകെ ഓടി കാലം തേയുക, അല്ലെങ്കിൽ ശരീരം തേഞ്ഞ് തീരുകയാണ്, ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്, ശോഷിച്ചു പോവുകയാണ് നമ്മൾ. അപ്പോൾ ഇവിടെ കാമത്തിൻ്റെ ഈശനാവുക, കാമത്തെ കൺട്രോൾ ചെയ്യുക. നമുക്ക് വേണ്ടെന്ന് പറയണല്ലോ. തീർച്ചയായിട്ടും എല്ലാ ആഗ്രഹങ്ങളും വേണം. ആഗ്രഹങ്ങളില്ലെങ്കിൽ ജീവിതത്തിന് വലിയ അർത്ഥമൊന്നുമില്ല. പക്ഷേ ഇച്ഛ വേണം. ഇച്ഛ ഒരു സിദ്ധി തന്നെയാണ്. ഇച്ഛ, ആഗ്രഹം ഉണ്ടാവുക എന്നാണ്. എനിക്കൊന്നും വേണ്ടാന്ന് പറയുന്ന ആൾക്കാരുടെ അടുത്ത് എന്ത് കിട്ടിയിട്ട് എന്താ കാര്യം? ഇപ്പോൾ കിട്ടിയാൽ സന്തോഷം ഉണ്ടാവണമെങ്കിൽ ആഗ്രഹം വേണം. തീർച്ചയായിട്ടും ഭുക്തി വേണം. അത് അനുഭവിക്കണം. കുറേ കൂട്ടി വെച്ചാലും പറ്റില്ല. ഭുക്തി വേണം, അനുഭവിക്കണം. അപ്പോൾ ആഗ്രഹം ഉണ്ടാവുക, അനുഭവിക്കുകയൊക്കെ ജീവിതത്തിലെ വലിയ കാര്യങ്ങൾ. പക്ഷേ ഈ ആഗ്രഹങ്ങൾ കാമേശനായിരിക്കണം. അതിനെ കൺട്രോൾ ചെയ്യണം. അങ്ങനെ കാമേശനായാൽ മാത്രമേ ദേവി സഹചാരിയായിട്ട് വരുള്ളൂ. മഹാകാമേശ മഹർഷി, മഹാകാമേശൻ്റെ ഭട്ട മഹർഷിയാണ്, രാജ്ഞിയാണ് ദേവി. അപ്പോൾ കാമം വേണ്ട എന്നല്ല, കൺട്രോൾഡ് ആയിട്ടുള്ള കാമങ്ങളാണ് നമുക്ക് വേണ്ടത്. അത് നമുക്ക് കൺട്രോളില്ലായ്മ കൊണ്ടാണ് നമുക്ക് ജീവിതത്തിൽ പരാജയങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും വേദനകളും ഒക്കെ ധാരാളമായിട്ട് ഉണ്ടാവണം. ഒരിക്കലും സുഖം ഉണ്ടായിട്ടില്ല. കുറേ കേട്ടിട്ടുണ്ട് ഞാൻ. ജ്യോതിഷമൊക്കെ കുറച്ചുള്ളത് കൊണ്ട് ആൾക്കാർ സ്ഥിരം പറയും, സുഖം എന്ന് പറയണതിൻ്റെ തിരുമേനി ഞാൻ അനുഭവിച്ചിട്ടില്ല. ഇപ്പം എന്താ സുഖം? അതറിയില്ല.
പൊതുവെ സുഖം ഉണ്ടായിട്ടില്ല എന്നുള്ള പരാതിയല്ലാതെ ഈ സുഖത്തിൻ്റെ ഒരു നിർവചനമൊന്നുമില്ല. സുഖം അനുഭവിച്ചില്ല എന്നുള്ള പരാതി മാത്രമേ ഉള്ളൂ. എന്താ സുഖം എന്ന് ചോദിച്ചാൽ അതിന് പറയാൻ മറുപടിയൊന്നുമില്ല. അതാണ് ഈ ആത്മശാന്തി എന്ന് പറയുന്നത്. അവനവനെക്കുറിച്ച് വീണ്ടും വിചാരം ചെയ്യാനുള്ള സമയം നമ്മൾ കണ്ടെത്തണില്ല, അല്ലെങ്കിൽ ഉള്ള സമയത്ത് പോലും നമ്മളത് ചെയ്യണില്ല. എന്നെ മറന്നിട്ടാണ് ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യണത്. അപ്പോൾ അവിടെ ദേവിയെ പ്രതീക്ഷിക്കണ്ട. ദേവിയെ എവിടെ പ്രതീക്ഷിക്കാം? മഹാകാമേശ മഹർഷിയായിട്ട് പ്രതീക്ഷിക്കാം. കാമങ്ങളെ നമ്മൾ കൺട്രോളിൽ നിർത്തിയാൽ തീർച്ചയായിട്ടും അവിടെ ദേവി ഉണ്ടാവും. ദേവി നമ്മുടെ സഹചാരിയായിട്ട് കൂടെ ശക്തി തരാൻ വേണ്ടി നിൽക്കും. മഹാത്രിപുര സുന്ദരി, ത്രിപുരങ്ങളുടെ മുഴുവൻ ആജ്ഞയാണ്, ത്രിപുരങ്ങളുടെ മുഴുവൻ ദേവിയാണ്. കാരണമായുള്ള ശരീരത്തിൻ്റെ ഈ 3 പുരങ്ങളുടെയും ദേവിയാണ്. നമ്മുടെ ശക്തി നിയന്ത്രിക്കുന്ന ഭാഗത്തിൻ്റെയും കാമത്തെ നിയന്ത്രിക്കുന്ന ഭാഗത്തിൻ്റെയും ബുദ്ധിയെ നിയന്ത്രിക്കുന്ന ഭാഗങ്ങൾ. അങ്ങനെ ത്രിപുരം എന്ന് പറയുന്നത് ഒന്ന് ബുദ്ധി, ഒന്ന് കാമം, ഒന്ന് ശക്തി. ഈ 3 കൂടി ചേരുമ്പോഴാണ് ത്രിപുരം എന്ന് പറയുന്നത്. ഇത് 3 കൺട്രോൾ ചെയ്യുന്നത് ദേവിയാവട്ടെ, അവനവൻ്റെ ഉള്ളിലെ ചൈതന്യമാവട്ടെ, എല്ലാം നന്നാവും. അപ്പോൾ ബുദ്ധി കൺട്രോൾ ചെയ്യണത്, അതായത് വാക്കുകളെ കൺട്രോൾ ചെയ്യണം, വാഗ്ഭാവം എന്ന് പറയാം. വാക്കുകളെ കൺട്രോൾ ചെയ്യണത് ബുദ്ധി കൊണ്ട് ആലോചിച്ച് സംസാരിക്കുക, ബുദ്ധി കൊണ്ട് ആലോചിച്ച് അടുപ്പം കാണിക്കുക, ബുദ്ധി കൊണ്ട് ആലോചിച്ച് അവനവൻ്റെ ശക്തി പ്രകടിപ്പിക്കുക. ഇപ്പം 3നെയും കൺട്രോൾ ചെയ്യാനുള്ള കൺട്രോള് നമ്മുടെ ആത്മശക്തിക്ക് വിട്ടുകൊടുത്താൽ തീർച്ചയായിട്ടും എല്ലാത്തിനും ഒരു വിജയമുണ്ടാവും, എല്ലാത്തിനും ഒരു സുഖം ഉണ്ടാവും, എല്ലാത്തിനും ഒരു ഭംഗിയുണ്ടാവും. അതല്ലാതെ ചെയ്യുമ്പോൾ വിവേകം ആണ് നമ്മളെ ഭരിക്കുന്നതെങ്കിൽ, വിവേകമില്ലാതെ വികാരമാണ് നമ്മളെ ഭരിക്കുന്നതെങ്കിൽ ഒന്നും ഭംഗിയാവില്ല, എന്നും ദുഃഖമായിരിക്കും ഫലം. ഇപ്പോൾ വിവേകത്തിന് എന്ന് പറയുന്ന ദേവിക്ക് കൺട്രോൾ കൊടുക്കുക, വികാരത്തിനെ വിവേകം കൊണ്ട് കൺട്രോൾ ചെയ്യാം. അത് വാക്കായാലും ശരി, കാമമായാലും ശരി, ശക്തിയായാലും ശരി, 3ഉം വിവേകം കൊണ്ടാണ് ചെയ്യുന്നതെങ്കിൽ അത് ഉത്തരോത്തരമായ ശ്രേയസ് മാത്രമേ ഉണ്ടാവുള്ളൂ, അഭിവൃദ്ധി മാത്രമേ ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ എന്തുണ്ടാവും? സർവനാശമായിരിക്കും ഫലം, ദുഃഖമായിരിക്കും ഫലം, വേദനയായിരിക്കും ഫലം. എന്നും കരയാൻ മാത്രമേ സമയം ഉണ്ടാവുള്ളൂ. എല്ലാം നേടിയെന്ന് അഹങ്കരിക്കും ധാരാളം. ഇപ്പം അവനെ പറ്റിച്ചു, അവനെ വഞ്ചിച്ചു, ഞാൻ കുറേ ഉണ്ടാക്കി, ഇതെനിക്ക് ആത്മശാന്തി തരില്ല. ഉണ്ടായി എന്നൊരു സംഭവം മറ്റുള്ളവരെ കൊണ്ട് കുറേ ഉണ്ടാക്കിച്ചു എന്ന് പറയാം. പക്ഷെ എന്നും എൻ്റെ മനസ്സിൽ എവിടെയോ ഒന്ന് കുത്തിക്കൊണ്ടിരിക്കും. കാരണം ഞാൻ അവനെ വഞ്ചിച്ചിട്ടാണ് ഉണ്ടാക്കിയത്, അവനെ പറ്റിച്ചിട്ടാണ് ഉണ്ടാക്കിയത്, നേടിയത്. ആ നേട്ടമൊന്നും നേട്ടമായിട്ട് നമ്മൾ മനസ്സ് അംഗീകരിക്കില്ല, മനസ്സിലെ നന്മ അംഗീകരിക്കില്ല. ആൾക്കാരുടെ മുമ്പിലൊക്കെ എനിക്ക് പിടിച്ചു നിൽക്കാം, പക്ഷെ എൻ്റെ മുമ്പിൽ എനിക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല. അതെനിക്ക് രോഗമായിട്ടോ മറ്റുള്ള നഷ്ടങ്ങളായിട്ടോ വേദനയായിട്ടോ ഒക്കെ എനിക്ക് തിരിച്ച് എൻ്റെ കർമ്മമായിട്ട് വരും. അതാണ് കർമ്മ എന്ന് പറയണത്. എൻ്റെ ഉള്ളിൽ കിടന്ന് തിങ്ങി വരുന്ന ഒരു സംഭവം എനിക്ക് വേദനയാവും, അല്ലെങ്കിൽ എൻ്റെ കൂടെ നിൽക്കുന്നവരെ, ചുറ്റും നിൽക്കുന്നവരെ ബാധിക്കും, എനിക്ക് വേണ്ടപ്പെട്ടവരെ ബാധിക്കും. അത് വേദനിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് എൻ്റെ കർമ്മം എൻ്റെ മനസ്സിൽ കുറ്റബോധമായിട്ട് നിൽക്കുന്നത് കൊണ്ട് ആ കുറ്റബോധം വേദനയായിട്ടും രോഗമായിട്ടും ദുഃഖമായിട്ടും ദുരിതമായിട്ടൊക്കെ പ്രതിഫലിക്കും, സംശയമില്ല. അതില്ലെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നുമില്ല. ചതുഷ്ഷഷ്ടി ഉപചാരാഢ്യ, 64 ഉപചാരങ്ങളെ കൊണ്ട് ആരാധിക്കപ്പെടുന്നവളാണ് ദേവി. ദേവിയുടെ ശ്രീചക്ര പൂജയിൽ 64 തരം ഉപചാരങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. പിന്നെ പൂജയെ സംബന്ധിച്ചും ഉപചാരങ്ങൾ 64 എന്നാണ്. പൂജ തുടങ്ങി അവസാനിക്കുന്നുള്ളിൽ 64 തരത്തിലുള്ള ഉപചാരങ്ങൾ നമ്മൾ ചെയ്യേണ്ടതാണ്. പാദ്യമർഘ്യം, ആചമനം, വസ്ത്രം, താമ്പൂലം, അങ്ങനെയുള്ള ഉപചാരങ്ങളൊക്കെ ആദ്യം മുതൽ അവസാനം വരെ എണ്ണിയാലും അത് 64 എന്നാണ് പറയുക. നമ്മുടെ ഉള്ളിലെ ഈ പുരങ്ങളെല്ലാം, ശ്രീചക്രം എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ തന്നെയാണ്, യൂണിവേഴ്സാണ്. ഈ 64 പുരങ്ങളിൽ 64 തരത്തിലുള്ള ഉപചാരങ്ങൾ കൊടുത്താലാണ്, വേണ്ട പോലെ സാറ്റിസ്ഫൈഡ് ആയിട്ടാണെങ്കിലാണ് നമുക്ക് നമ്മുടെ ഉള്ളിലത്തെ ആത്മശക്തിയെ ഉണർത്തുക. നമ്മൾ ഈ ധ്യാനമാർഗത്തിൽ, യോഗമാർഗത്തിലൊക്കെ നമ്മുടെ ശക്തിയെ ശരീരത്തിൻ്റെ ഓരോ ഭാഗത്തായിട്ട് സങ്കല്പിക്കും. ഒരു ചക്രം, ആ ചക്രത്തിന് ഇത്ര ദളങ്ങൾ, ആ ദളങ്ങളിൽ ഓരോന്നിലും ഓരോ ശക്തികൾ, അവയൊക്കെ ധ്യാനിച്ച് പൂജിക്കുക. ആത്മപൂജ, അവനവൻ്റെ അകത്തുള്ള പൂജ, അല്ലെങ്കിൽ പുറത്ത് ശ്രീചക്ര പൂജയായിട്ട് ചെയ്യുമ്പോൾ അവിടെ പൂജ ചെയ്യാം. അപ്പോൾ ദളങ്ങളിലും ത്രികോണങ്ങളിലും ഒക്കെ ഓരോ ശക്തിയെ സങ്കല്പിച്ച് ആ ശക്തിയെ മനസ്സുകൊണ്ട് പൂർണ്ണ തൃപ്തിയാക്കിയിട്ട് അടുത്ത ശക്തിയിലേക്ക് പോകാം. അങ്ങനെ 64 ശക്തികളെയും വേണ്ടവണ്ണം തൃപ്തിയാക്കുമ്പോഴാണ് നമുക്ക് പൂർണ്ണമായിട്ടും യോഗമാർഗത്തിൽ ആ യോഗം ഉണ്ടാവുക.
അതും ഒരു പൂജാക്രമമാണ്. തീർച്ചയായിട്ടും ഒരു യോഗാചാര്യനായിട്ട് അല്ലെങ്കിൽ യോഗ ചെയ്യുന്ന ആൾക്കാരൊക്കെ ആയിട്ട് കൂടുതൽ ചർച്ച ചെയ്യുക, കൂടുതൽ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരുമായിട്ട്. പൂർണ്ണമായിട്ടും ഈ കമേഴ്ഷ്യൽ യോഗയല്ല ഞാൻ പറയണത്, പാരമ്പര്യ വിധിപ്രകാരം യോഗ ചെയ്യുന്ന ആൾക്കാരുമായിട്ട് ചർച്ച ചെയ്താൽ മനസ്സിലാവും. എന്നാലും ശരി, 64 ഉപചാരങ്ങൾ, 64 ദേവതകളാണ് ശ്രീചക്രത്തിൽ പൂജിക്കപ്പെടുക. 64 തരം നിവേദ്യങ്ങൾ എന്നൊക്കെ പറയും പുറത്ത് പൂജിക്കുമ്പോൾ. അകത്ത് പൂജിക്കുമ്പോൾ ഓരോ ശക്തിയെയും മനസ്സുകൊണ്ട് കണ്ട് അതിന് പാദ്യമർക്കം ആചമനമൊക്കെ കൊടുത്ത് അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് അതിനെ പൂജിച്ച് തൃപ്തിയാക്കിയിട്ട് അടുത്ത ശക്തിയിലേക്ക് പോവാം. അങ്ങനെ മുകളിലേക്ക് കയറി വരിക. ഏറ്റവും മുകളിൽ ആ ബിന്ദുവിലാണ് മഹാദേവി ഉണ്ടാവുക. അങ്ങനെ കയറി ആ ബിന്ദുവിൽ മഹാദേവിയെ നമുക്ക് സാക്ഷാത്കരിക്കാൻ സാധിക്കും. ചതുഷ്ഷഷ്ടി കലാമയി, 64 കലകളിൽ നിറഞ്ഞു നിൽക്കുന്നവൾ. 64 കലകൾ, നൃത്തം, വാദ്യം, ഗീതം, ഇങ്ങനെയൊക്കെ പറയുന്ന കലകൾ 64 ഉണ്ട്. പിന്നെ കല എന്ന് പറയുന്നത് ദേവിയുടെ ശക്തിയുടെ അംശത്തെ കല എന്ന് പറയും. ഇപ്പം കലശം പൂജിക്കും, ദേവിയുടെ അല്ലെങ്കിൽ ദേവൻ്റെ ആ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിക്കപ്പെടുന്ന മൂർത്തിയുടെ ചൈതന്യത്തിൻ്റെ അംശത്തെയാണ് കലശം എന്ന് പറയുന്നത്, കലാംശം എന്ന് പറയുന്നത്. ആ കലാംശമാണ് കലശമായിട്ട് ആവാഹിച്ച് ദേവനിലെ ചൈതന്യത്തെ ഉണർത്താൻ വേണ്ടി അഭിഷേകം ചെയ്യുന്നത്. അങ്ങനെ കലശങ്ങൾ, സഹസ്ര കലശമൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ ഇവിടെ ദേവിയുടെ ശ്രീചക്ര പൂജയിൽ 64 കലകളിലായിട്ടാണ് ദേവിയുടെ ശക്തി. നേരത്തെ ചർച്ച ചെയ്ത അതേ സംഭവം തന്നെ, 64 കലകളായിട്ടാണ് ദേവി നിൽക്കുന്നത്. ആ 64 കലകളിൽ ചേർന്നുള്ള പൂർണ്ണതയാണ് മഹാ ത്രിപുര സുന്ദരി അല്ലെങ്കിൽ ലളിതാ പരമേശ്വരി അല്ലെങ്കിൽ ശ്രീവിദ്യ എന്ന് പറയുന്ന ദേവി. 64 കലകളിലും ദേവി നിറഞ്ഞു നിൽക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ആസ്വദിക്കുന്ന, നമ്മളെല്ലാം പ്രാക്ടീസ് ചെയ്ത്, നമ്മളെല്ലാം എന്ന് പറഞ്ഞാൽ ഞാനൊന്നും, എനിക്ക് വലിയ കലയൊന്നുമില്ല, നമ്മളൊക്കെ കണ്ട് ആസ്വദിക്കുന്ന, മറ്റുള്ളവർ അറിഞ്ഞ് പ്രാക്ടീസ് ചെയ്യുന്ന ആ കലകളിലൊക്കെ ദേവി നിറഞ്ഞു നിൽക്കുന്നു. ദേവിയുടെ അനുഗ്രഹം ഉണ്ടെങ്കിലാണ് കലയുടെ പൂർണ്ണത ഉണ്ടാവുക. അതിനൊരു കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ കല പലപ്പോഴും ഇപ്പോൾ കുട്ടികളെ കല പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഒരു കാര്യമുള്ളൂ, ഒരു ഉദ്ദേശമേ ഉള്ളൂ. ഈ യുവജനോത്സവത്തിൽ പങ്കെടുപ്പിച്ചിട്ട് മാർക്ക് വാങ്ങിക്കുക, അപ്രീസിയേഷൻ വാങ്ങിക്കുക, അച്ഛനമ്മയ്ക്കൊന്നും ഞെളിഞ്ഞ് നിൽക്കുക. അത് കഴിഞ്ഞാൽ കല കഴിഞ്ഞു. പിന്നെ കൂടുതൽ പഠിത്തമൊക്കെ വരുമ്പോൾ പിന്നെ കല പിന്നീട് എപ്പോഴെങ്കിലും ആലോചിക്കാൻ തന്നെ ഉപേക്ഷിക്കും. അത് അവനവൻ ആവാഹിച്ച് അവനവൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന കലയല്ല. ആദ്യം കല അകത്തുണ്ടാവണം. സാക്ഷാത്കാരത്തിന് വേണ്ടിയിട്ട് മോഹിക്കുന്നൊരു കലാംശം അകത്തുണ്ടെങ്കിൽ ആ കലയെ നമ്മൾ പഠിച്ച്, നൃത്തമായിക്കോട്ടെ, വാദ്യമായിക്കോട്ടെ, ഗീതമായിക്കോട്ടെ, മറ്റെന്തോ ആയിക്കോട്ടെ, ആ കലയെ നമ്മൾ ഉള്ളിൽ ഉൾക്കൊണ്ടുകൊണ്ട് പഠിക്കുകയാണെങ്കിൽ ജീവിതത്തിൽ ഒരിക്കലും നഷ്ടപ്പെട്ടില്ല. എന്നാൽ തീർച്ചയായിട്ടും കലയ്ക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ച് കുറേയധികം ആൾക്കാരെ നമുക്ക് നർത്തകികളെ, നർത്തകന്മാരെയും വാദ്യകാരന്മാരെയൊക്കെ നമുക്കറിയാം. പക്ഷെ അതിലെത്രയോ ഇരട്ടിയാണ് കല തുടങ്ങി എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടി ചെയ്തു, അത് കഴിയുമ്പോൾ പൂർണ്ണമായിട്ടും ഉപേക്ഷിച്ച് അവരവരുടെ ജീവിതത്തിലേക്ക് പോകുന്ന ആൾക്കാർ. അപ്പോൾ ആ ദേവിയുടെ അംശമായിട്ട് കണ്ട് അതിനെ ആവാഹിച്ച് അതിനെ നിരന്തരം ഉപാസിച്ചാലാണ് കല കൊണ്ടൊരു പുണ്യം ഉണ്ടാവുള്ളൂ. അങ്ങനെ ചെയ്യുന്നവരാണ് ശരിക്കും കലാകാരൻ എന്ന് പറയാം. പ്രസിദ്ധി മാത്രം, പ്രസിദ്ധിയുള്ള കലാകാരന്മാർ സ്ഥലമാണ് പ്രസിദ്ധി ഉണ്ടാവട്ടെ, എല്ലാ കലകൾ കൊണ്ടും പ്രസിദ്ധി ഉണ്ടാവട്ടെ. പക്ഷെ അവരുടെ ഉള്ളിൽ പ്രസിദ്ധി ഉണ്ടെങ്കിലും ഇല്ലെങ്കിൽ ആ കലയ്ക്ക് യാതൊരു കോട്ടവും സംഭവിക്കണില്ല. ഞാൻ പാടി പ്രസിദ്ധനായില്ല എന്ന് വെച്ചിട്ട് ഞാൻ പാടാതിരിക്കില്ല. എനിക്കറിയാം, അങ്ങനെ ധാരാളം ആൾക്കാരെ എനിക്കറിയാം. അവർക്ക് പ്രസിദ്ധരാകുമ്പോൾ പോയി പാടിവിടെ, അതിലൊന്നും വലിയ കാര്യമില്ല എന്ന് പറയും. എങ്കിലും അവർ ആ കലയെ ഒരിക്കലും ഉപേക്ഷിക്കില്ല, അതിനെ ഉപാസിച്ചു കൊണ്ടേയിരിക്കും. അതാണ് ശരിക്കും സന്തോഷം. അവർക്ക് ആ മനസ്സിൽ ആ കലയുടെ ഉപാസന അവർക്ക് അത്രയധികം ആനന്ദം കൊടുക്കുന്നുണ്ട്. അത് പ്രകടിപ്പിച്ച് മറ്റാളുടെ കയ്യിൽ നേടുന്നത് നമുക്ക് നിർബന്ധമില്ലാലും. കേൾക്കുമ്പോൾ നല്ല കലാകാരനായിരിക്കും, പക്ഷേ വേറെ പ്രസിദ്ധിക്ക് വേണ്ടിയിട്ടോ മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടോ ശ്രമിച്ചിട്ടുണ്ടാവില്ല. മഹാചതുഷ്ഷഷ്ടി കോടി യോഗിനി ഗണസേവിത, 8 മാതൃക്കളാണ് മഹാലക്ഷ്മി അടക്കം, സപ്തമാതൃക്കളും മഹാലക്ഷ്മി അടക്കം 8 മാതൃക്കളാണ് ദേവിയെ സേവിച്ച് നിൽക്കുന്നത്. ആ 8 മാതൃക്കൾക്ക് ഓരോ മാതാവിനും 8 കോടി യോഗിനിമാരുണ്ടെന്നാണ് പറയുക. അങ്ങനെ 8 മാതാക്കൾക്ക് കൂടി 64 കോടി യോഗിനിമാരാൽ സേവിക്കപ്പെടുന്നു. ഇതെല്ലാം ദേവിയുടെ ഭാഗമായതുകൊണ്ട് ഈ 64 കോടി യോഗിനിമാരും ദേവിയെ സേവിക്കുന്നത് പോലെ തന്നെയാണ്. ഇപ്പം എൻ്റെ കീഴിൽ ഒരാളുടെ, അയാളുടെ കീഴിൽ കുറേ ആൾക്കാരുണ്ടെങ്കിൽ അതെൻ്റെ കീഴിലെ ആൾക്കാരായിട്ട് തന്നെയാണ് നമ്മൾ കണക്കാക്കാനർത്ഥം. അങ്ങനെ അത്ര അനേകം 64 കോടി യോഗിനിമാരാൽ സേവിക്കപ്പെടുന്നവർ. ഓരോ യോഗത്തിനും ഒരു കാരണം, ജീവിതത്തിൽ എല്ലാ യോഗങ്ങളുടെയും കാരണമായിട്ട് നിൽക്കുന്നവൾ, അല്ലെങ്കിൽ എല്ലാ കാരണങ്ങളാലും
എല്ലാ കാരണങ്ങളും എന്തായിരിക്കണം? അകത്തുള്ള പ്രകാശത്തിന് വിധേയമായിട്ടായിരിക്കണം. ധാരാളം ശക്തിയുണ്ട്, ധാരാളം ബലമുണ്ട്, ധാരാളം ധനമുണ്ട്, ധാരാളം വിദ്യയുണ്ട്, ധാരാളം സൗന്ദര്യമുണ്ട്, ധാരാളം കഴിവുകളുണ്ട്. പക്ഷെ ഇതൊക്കെ അകത്തുള്ള പ്രകാശത്തിൻ്റെ സേവയ്ക്ക് വേണ്ടി വിനിയോഗിച്ചാലാണ്, ആത്മശക്തിയുടെ സേവയ്ക്ക് വേണ്ടിയിട്ട്, എന്ന് വെച്ചാൽ വിവേകപൂർവ്വം വിനിയോഗിച്ചാലാണ് തീർച്ചയായിട്ടും അതുകൊണ്ട് പ്രയോജനം ഉണ്ടാവുക. ഉത്തരോത്തരം നമുക്ക് സന്തോഷവും ആ ഉള്ളത് കൊണ്ടുള്ള അഭിമാനബോധവും അത് വിതരണം ചെയ്യുമ്പോഴുള്ള സന്തോഷം കിട്ടിക്കൊണ്ടിരിക്കും. കലയാണെങ്കിലും അങ്ങനെ വിതരണം ചെയ്യുകയാണ്, മറ്റുള്ളവർ അപ്രീസിയേറ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു സന്തോഷം ഉണ്ടാവും. ഞാൻ അത്രയും അഭ്യസിച്ചൊരു കാര്യം ആഹാ കൊള്ളാം എന്ന് പറയുമ്പോൾ എൻ്റെ ഉള്ളിലൊരു സന്തോഷം ഉണ്ടാവും. എന്തും വിതരണം ചെയ്യുമ്പോൾ, കലയായിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ, വിതരണം ചെയ്യുമ്പോഴാണ് സന്തോഷം ഉണ്ടാവുക. അടക്കി ഉള്ളിൽ വെച്ചുകൊണ്ടിരുന്നാൽ സന്തോഷമൊന്നും ഉണ്ടാവില്ല. പുറത്തേക്ക് വരണം, പ്രകടിപ്പിക്കപ്പെടണം. അത് സ്നേഹമാണെങ്കിലും അതെ, എന്താണെങ്കിലും അതെ, പ്രകടിപ്പിക്കപ്പെടുമ്പോഴാണ് നമുക്കതുകൊണ്ട് സന്തോഷം ഉണ്ടാവുക. അപ്പോൾ അകത്ത് എത്ര ഉണ്ടായിട്ടും കാര്യമില്ല. അത് ആത്മപ്രഭാവത്തിൻ്റെ നിറയിൽ വിതരണം ചെയ്യപ്പെടണം, നിറയണം ചുറ്റും. അപ്പോൾ അതിൻ്റെ ഒരു അന്തസ്സ്, അതിൻ്റെ ഒരു അഭിമാനം നമ്മുടെ ഉള്ളിൽ നിറഞ്ഞുകൊണ്ടേയിരിക്കും. മനുവിദ്യ, ചന്ദ്രവിദ്യ, അങ്ങനെയുള്ള നാമങ്ങളാണ് ചർച്ച ചെയ്യേണ്ടത്. നമുക്കെന്തായാലും ശരി, ചർച്ച തുടരാം. നമസ്കാരം.